നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ലഭിക്കും എന്ന സർവേ ഫലമാണ് പുറത്തു വരുന്നത്. അതായത് ഉദ്ധവ് താക്കറെ മത്സരിക്കുന്ന സീറ്റുകൾ ഏറിയ പങ്കും അവർ ജയിച്ചെടുക്കാൻ കെൽപ്പുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വഴിവെക്കുകയാണ്. കേവലം 2 കൊല്ലം മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നത്, അതും മഹാവികാസ് അഘാടി സഖ്യത്തിൻ്റെ നേതാവായി. പക്ഷേ ആ ചുരുക്കം നാൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇമേജ് മറ്റൊരു തലത്തിലേക്ക് അവിടെ ഉറപ്പിക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോഴിതാ ഷിൻഡെ വിഭാഗവും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറേക്ക് എന്നും ബുദ്ധിമുട്ടായി നിന്ന രാജ് താക്കറെയും ഒക്കെ ഒരുമിക്കുന്നെങ്കിൽ പോലും അവർക്ക് കാര്യമായി ഉദ്ധവ് താക്കറയെ നേരിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത്. കഴിഞ്ഞ തവണ അവിടെ നടന്ന ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ പക്ഷം അവിടെ നേടിയത് 70,000 വോട്ടിൻ്റെ ലീഡായിരുന്നു. ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉദ്ധവ് താക്കറെയുടെ വിഭാഗം അതിശക്തമായ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഈയിടെ സുപ്രീം കോടതിയുടെ വിധി, അതായത് തെരഞ്ഞെടുപ്പ് ചിഹ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ NCPയുടെ ശരത് പവാർ വിഭാഗത്തിന് തിരിച്ചടി ലഭിച്ചിരുന്നു. അതായത് അവർക്ക് ഔദ്യോഗികമായി ഘടികാരം ഉപയോഗിക്കാൻ കഴിയില്ല, പകരം ട്രംപറ്റ് ചിഹ്നം വേണം ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പലതും അവിടെ ശരത് പവാറിന് പ്രതികൂലമായെങ്കിൽ പോലും ജനസാന്നിധ്യം കൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഒന്നാമൻ. ബാരാമതി സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും NDAയിൽ നടക്കുകയാണ്. അവിടെ അജിത് പവാർ വിഭാഗത്തിൻ്റെ സീറ്റ് ഷിൻഡെ വിഭാഗം ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. BJP ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉടറുകയാണ്. അതായത് ഷിൻഡെ വിഭാഗത്തിൻ്റെ കാര്യങ്ങളിൽ കൃത്യമായി കൈകടത്താൻ BJPക്ക് ഇപ്പോൾ കഴിയുന്നില്ല. ഷിൻഡെ വിഭാഗം അജിത് പവാർ വിഭാഗവുമായി നല്ല രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെ നടത്തുന്നുണ്ട്. ഇതൊരു ആഭ്യന്തര പ്രശ്നം തന്നെയാണ്. NDA സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലെ ഈ വലിയ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് അത് ചെറിയ കാര്യമല്ല, അത് ഏറിയ നാളെടുക്കും എന്ന് തന്നെയാണ് പറയേണ്ടത്. 48 ലോക്സഭാ സീറ്റുകളാണ് അവിടെ ഉള്ളത്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനവും മഹാരാഷ്ട്രയാണ്. മാത്രമല്ല 2024 അവസാന പാദത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കവേ ഇത്തരത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അത് പൂർണ്ണതയിലേക്ക് എത്തിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമാകും. ഷിൻഡെ വിഭാഗത്തിൻ്റെ അതുപോലെ തന്നെ അജിത് പവാർ വിഭാഗത്തിൻ്റെയും പോരാട്ടത്തെ നയിക്കാൻ എന്നുള്ളത് BJP കണക്കൂട്ടിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ പ്ലസ് പോയിൻ്റായി ഇന്ത്യ മുന്നണിക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഷ്ട്രീയ പോര് പാർട്ടികൾ തമ്മിൽ ഇല്ല, എല്ലാവരും യോജിച്ച് തന്നെ നിൽക്കുന്നു എന്നുള്ളത് അവരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അധികാരം ലഭിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ശിവസേനയെ പിളർത്തിക്കൊണ്ട് NCPയെയും പിളർത്തിക്കൊണ്ട് BJP അവരുടെ രാഷ്ട്രീയ കളി, അതായത് ഓപ്പറേഷൻ താമര എന്ന രീതിയിലേക്ക് കളിച്ചത്. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് നേതാക്കന്മാർ പറയുന്നുണ്ട്. ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്.